നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് തുർക്കിയിലെന്ന് റിപ്പോർട്ടുകൾ. ഗൂഢാലോചനയ്ക്ക് പിന്നിലെ പ്രധാന മസ്തിഷ്കം ഉഗാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭീകരനാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡൽഹിക്ക് പുറമെ അയോധ്യയിലും ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നുവെന്ന് വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ഉമർ നയിച്ച ഡൽഹി മൊഡ്യൂളിലെ ഭീകരർക്കും ജെയ്ഷ മുഹമ്മദ്, അൻസാർ, ഗുസ്ത ഉൽ ഹിന്ദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കും ഇടയിലെ പ്രധാന കണ്ണിയായി ഉഗാസ പ്രവർത്തിച്ചതായി അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 2022 തുർക്കിയിൽ വെച്ച് ഗൂഢാലോചനയുടെ ആദ്യ ഘട്ടങ്ങൾ ആസൂത്രണം ചെയ്താണ് അന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി 3 വർഷം മുൻപ് തുർക്കി സന്ദർശിച്ചതായി കണ്ടെത്തൽ. ഉമറിന്റെ യാത്രാവിവരങ്ങൾ പരിശോധിച്ചതാണ് 2021 മാർച്ചിൽ നടത്തിയ ഇയാളുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തിയത്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർ മുസമ്മൽ ഷക്കീലിനും മറ്റ് ഡോക്ടർ സുഹൃത്തിനൊപ്പമായിരുന്നു ഉമറിന്റെ തുർക്കി യാത്ര. ചെങ്കോട്ട സ്ഫോടനക്കേസിലെ പ്രതിയായ ഡോക്ടർ മുസാഫിനെതിരെ റെഡ് കോർണർ നോട്ടീസിനായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചു. നേരത്തെ അറസ്റ്റിലായ ആദിലിന്റെ സഹോദരനാണ് ഡോക്ടർ മുസാഫർ. ഓഗസ്റ്റിൽ ഇന്ത്യ വിട്ട ഇയാൾ നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ ആണെന്ന് ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇയാൾക്കൊപ്പം ആണ് പ്രതികളിൽ ചിലർ തുർക്കിയിൽ പോയത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളും വിശദാംശങ്ങളും പങ്കുവച്ചത് സിസ് ആപ്ലിക്കേഷൻ വഴിയാണെന്നും എൻക്രിപ്റ്റ് ചെയ്ത സിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടുകൾ. സ്ഫോടനം നടത്തേണ്ട ലക്ഷ്യസ്ഥാനങ്ങളിലെ കൃത്യമായ ഭൂപടങ്ങൾ, ആക്രമണ രീതികൾ, ബോംബ് നിർമ്മാണത്തിലുള്ള നിർദ്ദേശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ നിർണായക വിവരങ്ങളെല്ലാം ഈ രഹസ്യ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ബന്ധപ്പെടുത്തി വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി തുർക്കി. മാധ്യമ റിപ്പോർട്ടുകൾ തികച്ചും വിവരക്കേടാണെന്നും തുർക്കി പ്രസ്താവനയിൽ പറഞ്ഞു. മാധ്യമ റിപ്പോർട്ടുകൾ ഉഭയകക്ഷി ബന്ധങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമാണെന്നും തുർക്കിയുടെ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ് ഇൻഫർമേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹി സ്ഫോടനക്കേസിലെ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് പരമാവധി ശിക്ഷ നൽകും. കുറ്റവാളികൾക്കുള്ള ശിക്ഷ ലോകത്ത് നൽകുന്ന സന്ദേശമായിരിക്കുമെന്നും ഇനി ആരും ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടരുതെന്നും അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് കാശ്മീരി മുസ്ലിങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്ന പ്രചരണത്തിനെതിരെ തുറന്നടിച്ച് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയല്ലെന്നും ഇവിടെ ജീവിക്കുന്നവരെല്ലാം തീവ്രവാദികളുമായി ബന്ധപ്പെടുന്നവരല്ലെന്നും ഉമർ അബ്ദുള്ള പ്രതികരിച്ചു. ഉമർ അബ്ദുള്ള സ്ഫോടനത്തെ ശക്തമായി അപലപിച്ചു. നിരപരാധികളെ ക്രൂരമായി കൊല്ലുന്നതിനെ ഒരു മതവും ന്യായീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചെങ്കോട്ടയിലുണ്ടായ സുരക്ഷാ വീഴ്ചയാണെന്ന രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP. സ്ഫോടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും മുംബൈ ആക്രമണം നടന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചുവെന്നും രാജ്യ സുരക്ഷയിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ കഴിയുന്ന N വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. താൻ മന്ത്രിയായിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധമായാണ് പ്രവർത്തിച്ചതെന്നും കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് വാസു പ്രതിയായിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് തനിക്കറിയില്ലെന്നും കടകംപള്ളി പറഞ്ഞു. അതേസമയം N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും SIT 2 ദിവസത്തിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഗർഡറുകൾ നിലംപതിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി. ഹരിപ്പാട് സ്വദേശിയായ രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനി 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കാമെന്ന് കുടുംബം അറിയിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ നരഹത്യ കേസെടുത്ത് പോലീസ്. ഡ്രൈവറായ രാജേഷിന്റെ മരണത്തിൽ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരെ പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നിർമ്മാണത്തിലെ വീഴ്ച വ്യക്തമാക്കി ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് വിവാദങ്ങൾ ഭയന്നാലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് അവസരമുണ്ടെന്ന് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. ഒരാൾക്ക് മാത്രം എപ്പോഴും അവസരം കിട്ടിയാൽ പോരല്ലോ എന്നും ധിക്കാരി എന്ന് വിളിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടാണെന്നും പിൻസീറ്റ് ഡ്രൈവിംഗ് ആരോപണം സ്ത്രീകളെ അംഗീകരിക്കാത്തവരോടാണെന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംവിധായകൻ VM വിനു UDF സ്ഥാനാർത്ഥി. കല്ലായി ഡിവിഷനിൽ നിന്നാണ് വിനു മത്സരിക്കുക. വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നാണ് വിവരങ്ങൾ. തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പാറപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കും. സസ്പെൻഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ. പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. കണ്ണാടി മണ്ഡലം പ്രസിഡന്റ്
പ്രസാദ് കണ്ണാടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതേസമയം താൻ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും പരിചയമുള്ള ആളുകളെ കാണുക മാത്രമാണ് ചെയ്തെന്നുമാണ് രാഹുലിൻ്റെ പ്രതികരണം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും താൻ ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 20% വോട്ട് ഉറപ്പെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്നും ഇല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള പാർലമെന്ററി കമ്മിറ്റികൾ യൂത്ത് ലീഗ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനം. യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ പാർലമെന്ററി കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിയ സർക്കുലർ പുറപ്പെടുവിച്ചു. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള മണ്ഡലം പാർലമെന്ററി കമ്മിറ്റികളിൽ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളെയും ഉൾപ്പെടുത്തും. തൃശൂർ കോർപ്പറേഷനിലെ LDF കൗൺസിലർ ഷീബ ബാബു BJPയിൽ ചേർന്നു. നീണ്ട 15 വർഷമായി കൗൺസിലറായി പ്രവർത്തിക്കുന്ന ഷീബ ബാബുവാണ് മുന്നണി വിട്ടത്. JDS നേതാവായ ഇവർ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കും. ADM നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ച സംഘത്തിലെ മുൻ ACP നഗരസഭയിൽ CPM സ്ഥാനാർത്ഥി. കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ട് ഡിവിഷനിലാണ് മുൻ SP T രവികുമാർ മത്സരിക്കുന്നത്. ഫസൽ വധക്കേസ് പ്രതിക്കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയിൽ CPM സ്ഥാനാർത്ഥി. തലശ്ശേരി നഗരസഭ ചെള്ളക്കര വാർഡിലാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത്. ഫസൽ വധക്കേസിൽ ഗൂഢാചരണ കുറ്റമാണ് ചന്ദ്രശേഖരനെ ചുമത്തിയത്. 2015 തലശ്ശേരി നഗരസഭ ചെയർമാനായിരുന്നു കാരായി ചന്ദ്രശേഖരൻ. ജാമ്യവ്യവസ്ഥ പ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്ന തടസ്സം ഉണ്ടായതിനാൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. വിയ്യൂർ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് തടവുകാരുടെ മർദ്ദനമേറ്റ് സെല്ലിൽ കയറാൻ ആവശ്യപ്പെട്ടാണ് കോയമ്പത്തൂർ സ്ഫോടനക്കേസ് പ്രതി നസറുദ്ദീനും മാവോയിസ്റ്റ് വിചാരണ തടവുകാരനായ മനുവും ചേർന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെ മർദ്ദിച്ചത്. അഭിനവിനെ രക്ഷിക്കാൻ ഓടിയെത്ത മറ്റു തടവുകാരൻ രജികുമാറിനും ഇവരിൽ നിന്ന് മർദ്ദനമേറ്റു. അഭിനവിനെയും രജികുമാറിനെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. ജയിൽ അധികൃതർ വിയ്യൂർ പോലീസിൽ പരാതി നൽകി. ഭാര്യയുടെ സുഹൃത്തെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ഉൾപ്പെടെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. അഡ്വക്കേറ്റ് പ്രശാന്ത് V കുറുപ്പ് അടക്കം 4 പ്രതികളെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ടത്. ആലപ്പുഴയിലെ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ റഡകൾ വീണ് മരിച്ച പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. രാജേഷിൻ്റെ മരണത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ മനഃപൂർവ്വമല്ല നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. രാജേഷിൻ്റെ കുടുംബം കരാർ കമ്പനി 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതോടെയാണ് രാജേഷിൻ്റെ മൃതദേഹം കുടുംബം ഏറ്റെടുക്കാമെന്ന് അറിയിച്ചത്. 2 ട്രക്കുകൾക്കിടയിലൂടെ കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പൂനെയിൽ 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റ്. പൂനെയിലെ നവലെ ബ്രിഡ്ജിന് സമീപത്തായിരുന്നു സംഭവം നടന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ച് വോട്ടെണ്ണലിന് മുന്നോടിയായി BJP 501 കിലോ ലഡു ഓർഡർ ചെയ്തു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്നറിയാം. NDA സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നു. തുടർന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ആഘോഷത്തിന് തയ്യാറെടുക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.